മണിച്ചിത്രത്താഴ് മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ ഇതിഹാസം. ഗംഗയും നാഗവല്ലിയും ആ തറവാടും വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ പൂട്ടിയിട്ട തെക്കിനിക്കുള്ളിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ഒരു പ്രേതമായിരുന്നില്ലെങ്കിലോ? അവിടെ വീണത് നാഗവല്ലിയുടെ ചിലങ്കയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ച് പച്ചമനുഷ്യന്റെ ചോരയായിരുന്നെങ്കിലോ? അതെ, സിനിമയെ വെല്ലുന്ന ഒരു കൊടും ക്രൂരതയുടെ കഥയാണ് യഥാർത്ഥ മണിച്ചിത്രത്താഴ്. ഇന്ന് നമ്മൾ തുറക്കുന്നത് മാടമ്പള്ളിയുടെ സാങ്കല്പിക വാതിലല്ല, ആലപ്പുഴയിലെ ആലുംമൂട്ടിൽ മേട എന്ന വീടിന്റെ ചോര ഉരുണ്ട ചരിത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മുട്ടത്തുള്ള പ്രശസ്തമായ ഈഴവ തറവാടാണ് ആലുംമൂട്ടിൽ മേട. കൃത്യമായി പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിന് മുൻപ് സമ്പത്തും അധികാരവും കൊണ്ട് പ്രശസ്തമായ രാജാക്കന്മാർ പോലും ബഹുമാനിച്ചിരുന്ന തറവാട്. ഈ തറവാട്ടിലെ കാരണവരായിരുന്ന ആലുംമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാറായിരുന്നു അവിടുത്തെ എല്ലാം. പക്ഷേ അദ്ദേഹത്തിന്റെ വിധി ഒരു യക്ഷിയുടെ കൈകളിലായിരുന്നില്ല കുറിക്കപ്പെട്ടത്. സ്വന്തം രക്തത്തിൽ പിറന്നവർ തന്നെ അദ്ദേഹത്തിന്റെ അന്തകന്മാരായി മാറി എന്നതാണ് സത്യം. അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം എന്ന സമ്പ്രദായമാണ് ഈ ദുരന്തത്തിന് വിത്തുപാകിയത്. കാരണവരുടെ സ്വത്തിന് അവകാശം സ്വന്തം മക്കൾക്കല്ല, മരുമക്കൾക്കായിരുന്നു, അതായത് സഹോദരിയുടെ മക്കൾ. പക്ഷേ കൊച്ചുകുഞ്ഞു ചാന്നാർ ഈ ആചാരത്തെ വെല്ലുവിളിച്ചു. തന്റെ കഷ്ടപ്പാടിലൂടെ ഉണ്ടാക്കിയ സമ്പത്ത് സ്വന്തം മക്കൾക്ക് നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇത് മരുമക്കളിൽ പകയും വിദ്വേഷവും ഉണ്ടാക്കി. സ്വന്തം അമ്മാവൻ മക്കൾക്ക് സ്വത്ത് വീതിച്ചു നൽകിയാൽ തങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല എന്ന ഭയം അവരെ വേട്ടയാടി. ആ പക ചെന്നവസാനിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കൊലപാതകത്തിലാണ്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. സത്യം പറയൂ, നമ്മൾ പേടിക്കേണ്ടത് മരിച്ച പ്രേതങ്ങളെയാണോ, അതോ കൂടെ നിന്ന് ചതിക്കുന്ന അത്യാഗ്രഹികളായ മനുഷ്യരെയാണോ? പണത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെ അറുകൊല ചെയ്യുന്നവരെയാണോ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത്? നിങ്ങളുടെ ഉത്തരം ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യും. 1921 ഒരു ഇരുണ്ട രാത്രി അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള ആർത്തി മനുഷ്യനെ മൃഗമാക്കി മാറ്റി. സ്വന്തം മരുമകൻ തന്നെ കാരണവരെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അന്ന് ആ തറവാട്ടിൽ ഒഴുകിയ ചോര പിൽക്കാലത്ത് ആ വീടിനെ കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന കഥകൾക്ക് ജന്മം നൽകി. കൊലപാതകത്തിന് ശേഷം ആരും ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറായില്ല. ആളൊഴിഞ്ഞ വീട്, കാടുപിടിച്ച പരിസരം, ഒപ്പം ഒരു കൊലപാതകത്തിന്റെ ഭാരവും. നാട്ടുകാർ അവിടെ അസ്വാഭാവികമായി പലതും കണ്ടു തുടങ്ങി. ചിലപ്പോൾ വെളിച്ചം, ചിലപ്പോൾ കരച്ചിൽ. അങ്ങനെയാണ് ആ വീട് ഒരു പ്രേതാലയമാണെന്ന വിശ്വാസം നാട്ടിൽ പരന്നത്. യഥാർത്ഥത്തിൽ അവിടെ അലഞ്ഞത് പ്രേതങ്ങളായിരുന്നില്ല, മറിച്ച് നീതി കിട്ടാതെ പോയ ഒരു ആത്മാവിന്റെ നൊമ്പരമായിരുന്നു. ഈ കഥകളാണ് പിന്നീട് മുട്ടത്തുകാരൻ കൂടിയായ മധുമുട്ടം എന്ന പ്രതിഭയിലൂടെ മണിച്ചിത്രത്താഴ് എന്ന ക്ലാസിക് സിനിമയായി മാറിയത്. സിനിമയിൽ നമ്മൾ കണ്ട നാഗവല്ലി ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. സണ്ണി എന്ന മനോരോഗ വിദഗ്ധനും ഗംഗയുടെ മാനസിക വിഭ്രാന്തിയും എല്ലാം സിനിമയ്ക്ക് വേണ്ടി മാറ്റി എഴുതിയതാണ്. പക്ഷേ ആ തറവാട്ടിലെ ഇരുളടഞ്ഞ മുറികളിൽ ഇന്നും ആ പഴയ കൊലപാതകത്തിന്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. നാഗവല്ലിയുടെ ചിലങ്കയേക്കാൾ ഭയപ്പെടുത്തുന്നത് മനുഷ്യന്റെ പണത്തോടുള്ള ആർത്തിയാണ് എന്ന് ഈ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ പ്രേതങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ളത് മനുഷ്യർ തന്നെയാണ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ ഈ യഥാർത്ഥ കൊലപാതക കഥയായിരുന്നു കാണിച്ചിരുന്നതെങ്കിൽ അത് സിനിമയെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റുമായിരുന്നു. കൂടുതൽ രഹസ്യങ്ങൾ തേടി നമുക്ക് ഇനിയും യാത്ര ചെയ്യാം. സബ്സ്ക്രൈബ് ടു